മറ്റൊരു വാർത്തയിലേക്ക്. കേരള ബാങ്കിനെ സി ക്ലാസ് പട്ടികയിലേക്ക് തരം താഴ്ത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നബാർഡ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് RBIയുടെ നടപടി. കേരള ബാങ്കിന് ഇനി 25 ലക്ഷത്തിന് മുകളിൽ വ്യക്തിഗത വായ്പ നൽകാൻ കഴിയില്ല. നൽകിയ വായ്പകൾ ഘട്ടം ഘട്ടമായി തിരിച്ചുപിടിക്കണമെന്നും RBI നിർദ്ദേശിച്ചു. ശ്രീനാഥ് ചന്ദ്രൻ നൽകും മുംബൈയിൽ നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങൾ. ശ്രീനാഥ്, ഈ നബാർഡിന്റെ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത്? ഒപ്പം തന്നെ ഈ തരംതാഴ്ത്തലിനെതിരെ മുന്നോട്ട് പോകാൻ ഇനി കേരള ബാങ്കിന് മുന്നിലുള്ള സാധ്യതകൾ എന്താണ്? കേരള ബാങ്ക് ഇപ്പോൾ അവരുടെ ശാഖകൾക്ക് അയച്ച നിർദ്ദേശത്തിലാണ് ഈ തരത്തിലുള്ള സി ക്ലാസ്സിലേക്ക് തരം താഴ്ത്തിയതും അതുകൊണ്ട് വ്യക്തിഗത വായ്പകൾ നൽകുന്നതിലുള്ള നിയന്ത്രണത്തെക്കുറിച്ചും പറയുന്നത്. നബാർഡ് കേരള ബാങ്കിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്കിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. കേരള ബാങ്കിന്റെ പ്രവർത്തനം നിരീക്ഷിക്കുന്നത്, നിയന്ത്രിക്കുന്നത് നബാർഡാണ്. ഈ നബാർഡിന്റെ റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് 176 കോടിയോളം നഷ്ടത്തിലാണ് കേരള ബാങ്ക് എന്നതാണ്. അതേസമയം സംസ്ഥാന സർക്കാർ 1000-ലധികം കോടി ലാഭത്തിലാണെന്ന് പറയുമ്പോൾ അതിന് ഘടകവിരുദ്ധമായ റിപ്പോർട്ട് നബാർഡിൽ നിന്നുണ്ടായി. അതിനൊപ്പം തന്നെ കേരള ബാങ്കിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും നബാർഡിന്റെ റിപ്പോർട്ടിലുണ്ട്. അതിൽ രാഷ്ട്രീയ നിയമനങ്ങൾ, പ്രൊഫഷണലുകളുടെ കുറവ്, അങ്ങനെ പലതരം കാര്യങ്ങളിൽ കേരള ബാങ്കിന് വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടാണ് റിസർവ് ബാങ്കിന്റെ പരിഗണനയിൽ വന്നത്. അതേ തുടർന്നാണ് ഇപ്പോൾ സി ക്ലാസ് പരിധിയിലേക്ക് താഴ്ത്തുന്നത്. അതായത് സി ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അത് കേരള ബാങ്കിനെ പ്രത്യേകമായി ബാധിക്കും. അതിലെ പ്രധാനപ്പെട്ട കാരണം നിലവിൽ കേരള ബാങ്കിന്റെ ഏതാണ്ട് 80% വരുന്ന വായ്പകളും അത് വ്യക്തിഗത വായ്പകളാണ്. ആ വ്യക്തിഗത വായ്പകളിലാണ് ഇപ്പോൾ കടുത്ത നിയന്ത്രണങ്ങൾ വരാൻ പോകുന്നത്. 25 ലക്ഷത്തിലധികം ഇനിയിപ്പോൾ വ്യക്തിഗത വായ്പകൾ നൽകാനാവില്ല. മാത്രമല്ല നിലവിൽ നൽകിയിട്ടുള്ള വായ്പകൾ അത് ഘട്ടം ഘട്ടമായി കുറച്ച് വരേണ്ടതുണ്ട്. നിഷ്ക്രിയ ആസ്തി അടക്കം വലിയ തോതിൽ നേരത്തെ നിശ്ചയിച്ച പരിധിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളത് കൊണ്ടാണ് ഈ തരത്തിൽ കേരള ബാങ്കിന്റെ റാങ്കിംഗ് റിസർവ് ബാങ്ക് താഴ്ത്തുന്നത്. അങ്ങനെ കേരള ബാങ്കിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ അത് കാര്യമായി തന്നെ കേരള ബാങ്കിന് വലിയ തിരിച്ചടിയാണ് റിസർവ് ബാങ്കിന്റെ ഭാഗത്തുനിന്നും ആ തീരുമാനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.